എടോ, ബംഗ്ലാവുകളുടെ വാതുക്കൽ കാവൽ നിന്ന് മുതലാളിമാരുടെ കാറുകൾ അകത്തോട്ടും പുറത്തോട്ടും പോകുമ്പോൾ സലാം വെക്കുന്ന കാവൽക്കാരുടെ കാക്കിയല്ല തന്റേത്. അതിന് അതിന്റേതായ വിലയുണ്ട്. ഒരു പോലീസ് ഓഫീസറോടാണ് താൻ സംസാരിക്കുന്നത് ഓർമ്മ വേണം. അറിയാം, ഡെസിഗ്നേഷൻ കൊണ്ട് താൻ ഒരു പോലീസ് ഓഫീസർ ആയിരിക്കാം. പക്ഷെ പ്രവൃത്തി കൊണ്ട് യു ആർ എ ഡേർട്ടി ഗുണ്ട. ആ പണിക്കരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന വെറും ഒരു ശിങ്കിടി. നിന്നെപ്പോലുള്ള ചില ചെറ്റകളാണ് കേരള പോലീസിന്റെ സൽപ്പേര് കളയുന്നത്. കൂടുതൽ സംസാരിക്കണ്ട. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. മാർക്കറ്റ് സംഭവത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പിനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നത് എവിടുത്തെ ന്യായമാ? ഒന്നുകിൽ ഇവരെ വിട്ടയക്കണം, അല്ലെങ്കിൽ മറ്റേ ഗ്രൂപ്പിനെ കൂടി കസ്റ്റഡി എടുക്കണം. വിവരം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്ന് താൻ എന്നെ പഠിപ്പിക്കണ്ട. ശ്രീ ബ്രദർ, മനസ്സാക്ഷിക്കനുസരിച്ച് ജോലി ചെയ്യാൻ സാധിക്കായിരുന്നുകൊണ്ടാണ് താൻ ഇട്ടിരിക്കുന്ന ഈ കാക്കിക്കുപ്പായ ഊരി എറിഞ്ഞ് പണ്ട് ഞാൻ അഡ്വക്കേറ്റിന്റെ വേഷം ധരിച്ചത്. അല്ലായിരുന്നെങ്കിൽ തല്ലാനോങ്ങി ഈ കൈ കൊണ്ട് തന്നെ തനിക്ക് എന്റെ നേരെ സല്യൂട്ട് ചെയ്യേണ്ടി വന്നേ. സർ, താങ്ക് യു കാസു. കൊള്ളാം. എങ്കിൽ പിന്നെ പോലീസും പട്ടാളവും ഈ രാജ്യത്ത് വേണ്ടല്ലോടൂ. എന്റെ ഹരി, ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. അത്രമാത്രം അട്രോസിറ്റീസ് ആണ് ആ പണിക്കർ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. തന്നെ കൊണ്ട് ഞാൻ തോറ്റു. താൻ CI ആയിരുന്നപ്പോ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് താൻ ഒരു വലിയ തലവേദനയായിരുന്നു. ഇപ്പോ അഡ്വക്കേറ്റ് എന്ന നിലയ്ക്കും ഒരു പേഴ്സണൽ ഫ്രണ്ട് എന്ന നിലയ്ക്കും താൻ എനിക്കൊരു വലിയ തലവേദനയായി മാറിയിരിക്കും. ഓ പിന്നെ, നീ വലിയ പോസും ചാടയൊന്നും കാണിക്കണ്ട. ഡിപ്പാർട്ട്മെന്റിൽ എന്നെ സഹായിക്കാൻ വേറെ ആളുണ്ടെന്ന് അറിയാമല്ലോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേടൂ. വില്യമിനെയും സണ്ണിയെയും വിടാൻ ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞേക്കാം. പിന്നെ തന്റെ ഭൂമിയുടെയും മതിലിന്റെയും കാര്യത്തിൽ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് എനിക്ക് പറ്റില്ല. പ്രോപ്പർ ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടല്ലോ. നീ നിന്റെ വഴി നോക്കിക്കോ. ഓക്കെ? പിന്നെ എന്തെങ്കിലും മേജർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. ഞാൻ സ്പോട്ടിലെത്തിക്കോളാം.